നമസ്കാരം. നാസയുടെ ചാന്ദ്രദൗത്യങ്ങളിൽ അതീവ നിർണായകമായ ആർടെമിസ് 3 ദൗത്യത്തെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ ബഹിരാകാശ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ആർടെമിസ് 2 ദൗത്യത്തിലൂടെ ചന്ദ്രനെ വലം വെച്ച് വിജയകരമായി തിരിച്ചെത്തിയ ബഹിരാകാശ സഞ്ചാരികളുടെ ആവേശം നിലനിൽക്കെ തന്നെയാണ് അടുത്ത ഘട്ടമായ ആർടെമിസ് 3യുടെ പുതുക്കിയ രൂപരേഖ നാസ പുറത്തുവിട്ടത്. എന്നാൽ ഈ പുതിയ പദ്ധതി പലർക്കും അപ്രതീക്ഷിതവും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു. സാധാരണയായി ചന്ദ്രനിൽ ഇറങ്ങുന്ന ദൗത്യമായിട്ടാണ് ആർടെമിസ് 3യെ വിഭാവനം ചെയ്തിരുന്നത് എങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഈ ദൗത്യം ചന്ദ്രനിലേക്കുള്ള ദൂരയാത്രയേക്കാൾ ഉപരിയായി സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണശാലയായിട്ടായിരിക്കും പ്രവർത്തിക്കുക. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഫലപ്രദമായി ദൗത്യങ്ങൾ നടപ്പിലാക്കാനും അപകട സാധ്യതകൾ കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടുള്ള നാസയുടെ പരിഷ്കരിച്ച പദ്ധതിയിൽ പ്രധാനമായും ലോ എർത്ത് ഓർബിറ്റിലെ പരീക്ഷണങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. 2027 അവസാനത്തോടെ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ആർടെമിസ് 3 ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ റോക്കറ്റ് വിക്ഷേപണ രീതിയിലുള്ള മാറ്റമാണ്. നാസയുടെ കരുത്തുറ്റ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിലാണ് ഓരോൺ പേടകം വിക്ഷേപിക്കുകയെങ്കിലും ഇത്തവണ റോക്കറ്റിൻ്റെ അപ്പർ സ്റ്റേജായ എൻട്രീം ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിന് വെളിയിലേക്ക്, അതായത് ചന്ദ്രനിലേക്ക് തള്ളിവിടാനുള്ള കരുത്ത് നൽകുന്നത് ICPS ആണ്. എന്നാൽ ആർടെമിസ് 3 ദൗത്യം ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായതിനാൽ ഈ ഘട്ടം ഒഴിവാക്കി പകരം ഒരു സ്പേസർ അഥവാ ഡമ്മി ഘട്ടമാണ് ഉപയോഗിക്കുന്നത്. നാസയുടെ പക്കൽ ഇനി ആകെ ഒരു ICPS മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതാണ് ഇതിന് കാരണം. അത്യാവശ്യമല്ലാത്ത ഈ ദൗത്യത്തിൽ നിന്ന് അത് ഒഴിവാക്കി ആർടെമിസ് 4 ദൗത്യത്തിനായി കരുതി വയ്ക്കുവാൻ നാസ തീരുമാനിച്ചിട്ടുണ്ട്. യഥാർത്ഥ ICPSൻ്റെ ഭാരവും അളവുകളും അനുകരിക്കുന്ന ഈ ഡമ്മി പരീക്ഷണം വഴി റോക്കറ്റിൻ്റെ വിക്ഷേപണ പ്രകടനം കൃത്യമായി വിലയിരുത്തുവാനും സാധിക്കും. ഈ ദൗത്യത്തിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം സ്വകാര്യ കമ്പനികളായ സ്പേസ് എക്സും ബ്ലൂ ഒറിജിനും വികസിപ്പിക്കുന്ന ചാന്ദ്ര ലാൻഡറുകളുമായി ഓറിയോൺ പേടകം ഡോക്കിംഗ് നടത്തുന്ന രീതി പരീക്ഷിക്കുക എന്നതാണ്. സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് ഹ്യൂമൻ ലാൻഡിംഗ് സിസ്റ്റവും ബ്ലൂ ഒറിജിൻ്റെ ബ്ലൂ മൂൺ മാർക്ക് 2 ലാൻഡറും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകും. എന്നാൽ 2027 ഈ രണ്ട് ലാൻഡറുകളിലും മനുഷ്യർക്ക് കയറാവുന്ന തരത്തിലുള്ള ജീവൻ രക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായി സജ്ജമാകുമോ എന്ന കാര്യത്തിൽ നാസയ്ക്ക് ഇപ്പോഴും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ലാൻഡറുകൾക്കുള്ളിൽ പ്രവേശിക്കുമോ എന്ന കാര്യത്തിൽ നാസ ഒന്നിലധികം പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ സഞ്ചാരികൾ ലാൻഡറിനുള്ളിൽ കയറി പരിശോധനകൾ നടത്തുമെന്നും അല്ലാത്ത പക്ഷം പേടകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയിൽ മാത്രം പരീക്ഷണം ഒതുങ്ങും എന്നുമാണ് ലഭിക്കുന്ന സൂചനകൾ. ബ്ലൂ ഒറിജിൻ നിലവിൽ തങ്ങളുടെ ലാൻഡറിൻ്റെ ആദ്യ പതിപ്പായ മാർക്ക് 1 വിക്ഷേപിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം സ്പേസ് എക്സ് മെയ് 19 സ്റ്റാർഷിപ്പ് V3യുടെ ആദ്യ വിക്ഷേപണത്തിലൂടെ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ തയ്യാറെടുക്കുന്നു. ആർടെമിസ് 2 ദൗത്യത്തിലേക്കാൾ കൂടുതൽ സമയം ബഹിരാകാശ സഞ്ചാരികൾ പേടകത്തിനുള്ളിൽ ചെലവഴിക്കുമെന്നതും ആർടെമിസ് 3യുടെ പ്രത്യേകതയാണ്. 10 ദിവസമായിരുന്നു മുൻ ദൗത്യത്തിലെ സഞ്ചാരികൾ ഓറിയോണിൽ കഴിഞ്ഞത് എങ്കിൽ ഇത്തവണ അത് വർദ്ധിപ്പിക്കാൻ നാസ തീരുമാനിച്ചിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് പോകുന്നില്ല എങ്കിലും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് പേടകത്തിൻ്റെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും വാണിജ്യ ലാൻഡറുകൾ വിക്ഷേപിക്കുന്ന സമയക്രമവുമായി ഒത്തുപോകാതിരുന്നാൽ സഞ്ചാരികൾക്ക് ഓറിയോണിൽ കൂടുതൽ കാലം കഴിയേണ്ടി വരും. ഇത് ആദ്യമായി പേടകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡോക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനക്ഷമത ബഹിരാകാശത്ത് നേരിട്ട് പരീക്ഷിക്കപ്പെടുന്നുവെന്ന പ്രത്യേകതയും ഈ ദൗത്യത്തിനുണ്ട്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ മനുഷ്യനെ ഇറക്കാനുള്ള ആർടെമിസ് 4 ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ഡ്രസ് റിഹേഴ്സലായി ആർടെമിസ് 3 മാറുമെന്നാണ് ഗവേഷകർ കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ ചന്ദ്രനിൽ ഇറങ്ങുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ ചുവടുവെക്കുന്നതിന് മുൻപ് സാങ്കേതികമായി സ്വയം സജ്ജമാക്കാനാണ് നാസ ഇപ്പോൾ ശ്രമിക്കുന്നത്. വിക്ഷേപണത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ മനുഷ്യ സഹിതം പരീക്ഷിക്കാനും ആർടെമിസ് 3 സഹായകമാകും. സ്പേസ് എക്സിൻ്റെയും ബ്ലൂ ഒറിജിൻ്റെയും വരാനിരിക്കുന്ന വിക്ഷേപണങ്ങൾ ഈ ദൗത്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവയ്ക്കും. മനുഷ്യ ചരിത്രത്തിലെ മറ്റൊരു വലിയ കുതിച്ചുചാട്ടത്തിന് മുന്നോടിയായി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നടക്കുന്ന ഈ നിർണായക പരീക്ഷണം ലോകം വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വരും മാസങ്ങളിൽ ദൗത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ചന്ദ്രനിലേക്കുള്ള മനുഷ്യൻ്റെ തിരിച്ചുവരവ് എത്രത്തോളം അടുത്താണെന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. വെബ് ഡെസ്ക് തത്വമൈ TV.